KDN ലൈവ് അല്ലെങ്കിൽ കേഡൻ ലൈവ് എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുവാനായിട്ട് നമ്മളിവിടെ 2 വീഡിയോ നമ്മളിവിടെ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു MP3 വോയിസ് ക്ലിപ്പും ഇവിടെയുണ്ട്. ഈ 3 ക്ലിപ്പുകൾ, അതായത് ഈ 2 വീഡിയോ ക്ലിപ്പുകളും ഒരു ഓഡിയോ ക്ലിപ്പായ ഈ നറേഷൻ MP3 എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകളും ചേർത്തിട്ട് നമ്മൾ KDN ലൈവിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് നടത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസിൽ സൗണ്ട് ആൻഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നമ്മൾ KDN ലൈവ് അല്ലെങ്കിൽ കേഡൻ ലൈവ് 18.12 എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ 2 എണ്ണം കാണാം. കേഡൻ ലൈവ് എന്നും കാണാം, KDN ലൈവ് 18.12 എന്നുള്ളത് നമുക്ക് കാണാം. നമ്മളിവിടെ രണ്ടാമതുള്ള KDN ലൈവ് 18.12 എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മളുടെ പ്രോജക്റ്റ് തുടങ്ങുവാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നുള്ളത് കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂയിൽ നമ്മളുടെ ഈ പ്രോജക്റ്റ് HD 1080p 25 FPS എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് വീഡിയോയുടെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അതിനുശേഷം നമ്മൾ OK എന്നുള്ള ഈ താഴെയുള്ള ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. OK ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് സെറ്റിങ്സ്, അത്യാവശ്യം വേണ്ട ബേസിക് സെറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പും ഇവിടേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ്. ഈ ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പും ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് ഈ പ്രൊജക്റ്റ് ബിൻ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയുള്ള ഈ ആരോയിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷനായ ആഡ് ക്ലിപ്പ് എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഡിവൈസ് ഇവിടെ കാണാം, അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ വിവിധ ലൊക്കേഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിവൈസസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയുള്ള 465.3 GB എന്നെഴുതിയിരിക്കുന്ന ഈ വോളിയത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. പല കമ്പ്യൂട്ടറിലും ഇത് പല ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പല മെഷർമെൻ്റ് ആയിരിക്കും. 465 എന്നുള്ളത് മാറാൻ സാധ്യതയുണ്ട്. ഇതിൽ 465.3 GB എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഹോം എന്നുള്ള ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ കൈറ്റ് എന്നുള്ള ഈ ഫോൾഡർ നമ്മൾ തുറക്കുന്നു. ഡെസ്ക്ടോപ്പിലാണ് ഈ 3 ക്ലിപ്പുകളും സേവ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഈ ഫോൾഡർ, ഡെസ്ക്ടോപ്പ് നമ്മൾ തുറക്കുകയാണ്. ഇവിടെ 2 വീഡിയോ ക്ലിപ്പുകളും ഒരു ഓഡിയോ ക്ലിപ്പും ഇവിടെയുണ്ട്. ഈ 3 ക്ലിപ്പുകളും ഒരുമിച്ച് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കാരണം ഈ 3 ക്ലിപ്പുകളും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം 3 സെലക്ട് ചെയ്തതിന് ശേഷം OK എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ 3 ക്ലിപ്പുകളും നമ്മുടെ പ്രൊജക്റ്റ് ബിന്നിനകത്ത് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ സ്പേസിനകത്ത് വന്നു. ഇവിടെ മുകളിൽ interview.mp4 എന്ന് പറയുന്നൊരു വീഡിയോ ക്ലിപ്പ്, പടയണി raw.mp4 എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെയുണ്ട്. ഇവിടെ narration.mp3 എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ്, അങ്ങനെ 3 ക്ലിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ചെറിയ കുത്തുകൾ പോലെ കാണാം. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ഏത് വീഡിയോ ആണ് എന്ന് കാണാൻ ഇങ്ങനെ നീക്കാൻ സാധിക്കും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നീക്കിയാൽ ഇവിടെ 3 വീഡിയോയും ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. കൂടാതെ ഈ വീഡിയോകൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത്, അത് ഏത് വീഡിയോ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മോണിറ്ററിൽ, അല്ലെങ്കിൽ ക്ലിപ്പ് മോണിറ്റർ എന്നാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത്, ക്ലിപ്പ് മോണിറ്ററാണ്. ഇപ്പുറത്ത് പ്രൊജക്റ്റ് മോണിറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയുള്ള ക്ലിപ്പുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്ലിപ്പ് മോണിറ്റർ ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. നമ്മൾ ഈ കറുത്തിരിക്കുന്ന ഈ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തു.
ഇപ്പോൾ ഇവിടെ കറുത്ത് കാണുന്നു. ഈ interview.mp4 എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനർത്ഥം ഈ ക്ലിപ്പായിരിക്കും നമ്മളിവിടെ പ്ലേ ബട്ടൺ ഞെക്കിയാൽ ഇവിടെ പ്ലേ ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ക്ലിപ്പ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുന്നു. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് ഏത് വീഡിയോ ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നിർത്താം. അപ്പോൾ 3 വീഡിയോയും ഏതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ 3 വീഡിയോയും നമ്മൾ ചേർത്ത് വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുവാനാണ് ശ്രമം. നമ്മളിപ്പോൾ പ്ലേ ചെയ്തത് പടയണി, ഒരു ഉത്സവ സ്ഥലത്ത് പടയണി എന്ന് പറയുന്ന ഒരു കലാരൂപം നടക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പടയണിയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ ഉപയോഗിക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു അധ്യാപകൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഈ അധ്യാപകന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പടയണിയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നു. അതിനുശേഷം ഈ പടയണി എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള പടയണിയുടെ ഷൂട്ട് ചെയ്ത വീഡിയോ അതിനെ തുടർന്ന് കാണുന്നു. ഈ പടയണി എന്ന് പറയുന്ന വീഡിയോ കാണുമ്പോൾ പടയണിയെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു നറേഷൻ അല്ലെങ്കിൽ പടയണിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഈ വീഡിയോ കാണുമ്പോൾ പുറകിൽ നിന്ന് അശരീരിയായി കേൾക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അധ്യാപകൻ്റെ വീഡിയോ ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഈ ട്രാക്കുകളിലാണ്. ഈ ട്രാക്കിലേക്ക് ഈ അധ്യാപകൻ്റെ വീഡിയോ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇടണം. ഇവിടെ വീഡിയോ 1, വീഡിയോ 2 എന്നിങ്ങനെ പല ട്രാക്കുകൾ കാണാം. ഇതിന് മുകളിലേക്ക് വീഡിയോ 3 കാണാം. നമുക്കങ്ങനെ എത്ര ട്രാക്കുകൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴേക്ക് ഓഡിയോ 1, ഓഡിയോ 2 അങ്ങനെ താഴേക്ക് വേറെ ട്രാക്കുകളും ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് എത്ര ട്രാക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ വീഡിയോ, ഈ interview.mp4 എന്ന് പറയുന്ന ഈ വീഡിയോ നമ്മൾ വീഡിയോ ട്രാക്ക് 1ലേക്ക് ഡ്രാഗ് ചെയ്ത് ഇടാൻ പോകുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് വീഡിയോ 1 എന്നുള്ള ട്രാക്കിലേക്ക് ചേർത്തിട്ട് ഇടതുഭാഗത്തേക്ക് ചേർത്തിട്ടു. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇവിടെയാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെലക്റ്റായി. ഇവിടെ ഇപ്പോൾ പ്രൊജക്റ്റ് മോണിറ്ററാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ ഈ ക്ലിപ്പിലാണ് ഈ ക്ലിപ്പിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ക്ലിപ്പ് മോണിറ്റർ ആക്റ്റീവ് ആകും. നമുക്കൊന്ന് നോക്കാം. ഈ ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലിപ്പ് മോണിറ്റർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ പ്രൊജക്റ്റ് മോണിറ്റർ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. പ്രൊജക്റ്റ് മോണിറ്റർ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലേ ചെയ്താൽ ഈ ട്രാക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും പ്ലേ ആകുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. നമുക്കിപ്പോൾ ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് വലിയ ഒരു വീഡിയോ ആണ്, വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്ക് തൽക്കാലം ഇദ്ദേഹം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കിവിടെ വെച്ച് മുറിക്കാൻ സാധിക്കും. മുറിച്ചതിന് ശേഷം ഈ വലത് ഭാഗത്തുള്ള ഇത്രയും ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മളൊരു വീഡിയോ ക്ലിപ്പ് മുറിക്കണമെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് കാണുന്ന ടൂൾ സെലക്ഷൻ ടൂളാണ്. ഈ സെലക്ഷൻ ടൂളിൻ്റെ തൊട്ട് അടുത്തിരിക്കുന്ന ടൂൾ, കത്രികയുടെ ഷേപ്പിലുള്ള ഈ ടൂളിനെ റേസർ ടൂൾ എന്ന് നമ്മൾ പറയും. ഈ റേസർ ടൂളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം റേസർ ടൂൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി മൗസ് നമ്മൾ ചലിപ്പിച്ചാൽ മൗസിൻ്റെ കൂടെ ഒരു കത്രികയുടെ ചിഹ്നവും ഒരു ചുവന്ന വരയും ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് വരുന്നതായിട്ട് കാണാം. മുകളിലത്തെ ട്രാക്കിൽ വെച്ചാൽ ആ ചുവന്ന വര മുകളിലത്തെ ട്രാക്കിലായി, താഴേക്ക് വെച്ചാൽ ആ ചുവന്ന വര അവിടെയായി,
നമുക്ക് മുറിക്കേണ്ടത് ഇതിൻ്റെയും താഴെയാണ് നമ്മളുടെ വീഡിയോ കിടക്കുന്നത്. ആ വീഡിയോയുടെ മുകളിലേക്ക് കത്രിക കൊണ്ടുവരിക. അപ്പോൾ ആ ചുവന്ന വര നമ്മുടെ വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിലായി. നമുക്ക് മുറിക്കേണ്ടത് ഈ ഭാഗത്താണ്, അല്ലെങ്കിൽ ഈ പ്ലേ ഹെഡ് ഇവിടം വരെ വന്ന സമയത്താണ് നമുക്ക് മുറിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അടയാളം വെച്ച് നമുക്കിവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് മുറിക്കാം. ഇവിടെ ഒന്ന് കട്ട് ചെയ്താൽ ഇത് രണ്ടായിട്ട് മുറിയും, ഇവിടെ ഒന്ന് കട്ട് ചെയ്താൽ ഇത് വീണ്ടും മുറിക്കാം. നമുക്ക് ഈ വീഡിയോയുടെ ഇവിടം മുതൽ ഇവിടം വരെ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിക്കുകയാണ്. അങ്ങനെ മുറിച്ചാൽ നമുക്ക് ഈ മുറിച്ചതിൻ്റെ വലതുഭാഗത്തേക്കുള്ള ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ക്ലിപ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ റേസർ ടൂൾ ഉപയോഗിച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ റേസർ ടൂള് മൗസ് പോയിന്റിൽ നിന്ന് മാറ്റുവാനായി നേരെ സെലക്ഷൻ ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ മൗസ് പോയിന്റിൽ നിന്ന് റേസർ ടൂൾ അപ്രത്യക്ഷമായി, പകരം സെലക്ഷൻ ടൂളാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ റേസർ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇനി അറ്റത്തെ കഷ്ണം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കഷ്ണം ഇങ്ങനെ നീക്കി നോക്കാം. വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് നീക്കി നോക്കാം, ഇത് ഇങ്ങോട്ട് നീക്കി നോക്കാം. അങ്ങനെ വലിയ ഒരു വീഡിയോ നമ്മൾ ഈ റേസർ ടൂൾ ഉപയോഗിച്ച് പല സ്ഥലത്ത് കട്ട് ചെയ്തതുകൊണ്ട് ഈ വീഡിയോ പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ക്ലിപ്പിലും നമ്മളിങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡിലീറ്റ് ബട്ടൺ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അവസാനത്തെ വീഡിയോ പോയി. വീണ്ടും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാനായി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബാക്കിയുള്ള ക്ലിപ്പുകളെല്ലാം പോയി. നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പുകൾ ഒരൊറ്റ ക്ലിപ്പ് മാത്രമേ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പക്ഷേ പ്ലേ ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്യാം, ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ വീഡിയോ പ്ലേ ആയി അവസാനം വന്ന് നിൽക്കുകയാണ്. ഈ പ്ലേ ഹെഡ് എന്ന് പറയുന്ന ഈ വര ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ഇനി ഇങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ ഒന്നും വരാത്തത്. നമുക്ക് ഈ വീഡിയോ ആദ്യം മുതൽ കാണണം എങ്കിൽ നമുക്ക് ഈ പ്ലേ ഹെഡ് ഇതിൻ്റെ ഏറ്റവും ഇങ്ങേ അറ്റത്തേക്ക് വരുത്തേണ്ടതുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് പ്ലേ ഹെഡ് ഇപ്പോൾ ഇങ്ങേ അറ്റത്തേക്ക് വന്നതായി നമുക്ക് കാണാം. വേണമെങ്കിൽ അങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഭാഗം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ക്ലിപ്പിന് സൗണ്ട് അല്പം കുറവായിട്ട് നമുക്ക് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൗണ്ട് അല്പം കൂട്ടുവാൻ സാധിക്കും. അങ്ങനെ കൂട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് സൗണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിന് ഈ വീഡിയോ ക്ലിപ്പിൽ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ വരും. അതിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ഓഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സ്പ്ലിറ്റ് ഓഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാം ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഓഡിയോ അതിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വീഡിയോ ഒന്ന് നീക്കി നോക്കിയാൽ ആ ഓഡിയോ ക്ലിപ്പ് കൂടി അതിൻ്റെ കൂടെ പോകുന്നതായിട്ട് കാണാം. അതിനർത്ഥം ഈ വീഡിയോയിൽ നിന്ന് വേർപെട്ടെങ്കിലും ഇപ്പോഴും ഈ വീഡിയോയും ഈ ഓഡിയോയും ഒരു ഒറ്റ ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോയെയും ഈ ഓഡിയോയും പൂർണ്ണമായും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിൽ നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് ക്ലിപ്സ് എന്നുള്ളത് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ശരിക്കും ഈ വീഡിയോ ക്ലിപ്പും ആ വീഡിയോയുടെ ഓഡിയോ ക്ലിപ്പും പൂർണ്ണമായും സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയണമെങ്കിൽ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് നീക്കി നോക്കിയാൽ മതി. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇനി അറ്റത്തേക്ക് ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വീഡിയോയുടെ ഓഡിയോ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പല്ല. അതുകൊണ്ട് തന്നെ
രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ താഴേക്ക് തന്നെ കൃത്യമായിട്ട് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ സൗണ്ട് കൂട്ടണം. അതിനായി നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പിൽ നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് ഇഫക്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ കൊണ്ടുവന്ന് നമുക്ക് ഓഡിയോ എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഓഡിയോ കറക്ഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആഡ് ഇഫക്റ്റിൽ നിന്ന് ഓഡിയോ കറക്ഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു. ഓഡിയോ കറക്ഷനിൽ നിന്ന് ഗെയിൻ എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗെയിൻ 100% ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോയ്ക്ക് വളരെ ശബ്ദം കുറവായതുകൊണ്ട് ഈ 100% എന്നുള്ളത് ഒരല്പം കൂടെ കൂട്ടാം. അല്ലെങ്കിൽ ഒരു 400% നമുക്ക് ആക്കാം. 400% ആക്കി ഒന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഗെയിൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് അല്പം കൂടി കൂടിയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേ ഹെഡ് ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ പ്ലേ ചെയ്താൽ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലേ ഹെഡിനെ നമ്മൾ ആദ്യത്തെ പൊസിഷനിലേക്ക്, അതായത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ പ്ലേ ഹെഡ് തുടക്കത്തിലേക്ക് വന്നു. ഇനി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. ഇപ്പോൾ ശബ്ദം അല്പം കൂടി കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പടയണി ഷൂട്ട് ചെയ്ത വീഡിയോ ഇതാണ് ആ വീഡിയോ ക്ലിപ്പ്. ഈ ക്ലിപ്പ് ആദ്യം നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്പിനെ തുടർച്ചയായിട്ട് പടയണി കാണിക്കണം. അതിനുവേണ്ടി അതിനെ ഡ്രാഗ് ചെയ്തിടാൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒന്നാമത്തെ വീഡിയോ ട്രാക്കിൽ തന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ അധ്യാപകൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യം നമുക്ക് കാണാം. അതിനുശേഷം യഥാർത്ഥത്തിലുള്ള പടയണി എന്താണെന്ന് നമ്മളിവിടെ കാണാൻ പോവുകയാണ്. നമുക്ക് ഏതാണ്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ പ്ലേ ഹെഡ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മളൊന്ന് പ്ലേ ബട്ടൺ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. നമ്മളിവിടെ ഒന്ന് പോസ് ബട്ടൺ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പടയണിയുടെ, അതായത് ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, അതിന് ശേഷമുള്ളത് മതി എങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ഇവിടം വെച്ചിട്ട് നമ്മൾ ഈ റേസർ ടൂൾ എടുത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഈ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ ഇടത് ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അപ്പോഴത്തേക്ക് മൗസ് പോയിൻ്റ് ഈ ഒരു കൈയുടെ ചിത്രം മാറി രണ്ട് അറ്റത്ത് ആരോ ഉള്ളൊരു ചിത്രമായിട്ട് മാറും. ഇതിങ്ങനെ കൊണ്ടുവന്ന് ആരോ ആയിക്കഴിഞ്ഞാൽ ഉടനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിങ്ങനെ അതിനെ ചെറുതാക്കാം. ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്ലേ ചെയ്താൽ അവിടെ മുതലേ നമ്മളുടെ വീഡിയോ പ്ലേ ആകും. ഇനി ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഇത് കാണണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ മുതൽ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മളൊന്ന് കണ്ടു നോക്കുകയാണ്. മറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതായിട്ട് നമുക്ക് കാണാം. നമ്മളുടെ ഉദ്ദേശം ഈ വീഡിയോ പ്ലേ ആകുമ്പോൾ അതിൻ്റെ പിന്നണിയിൽ നിന്ന് പടയണിയെക്കുറിച്ചുള്ള ഒരു ചരിത്രം കേൾക്കുക എന്നുള്ളതാണ്. വീഡിയോയ്ക്കൊപ്പം ആ ചരിത്രം പറയുകയും കൂടി വേണം. അതായത് ഈ നറേഷൻ അതിൻ്റെ കൂടെ വേണം. നമുക്കിവിടെ ഒന്ന് പോസ് ചെയ്യാം. അതിനുശേഷം ഈ നറേഷൻ എന്നുള്ള ഈ MP3 വോയിസ് ക്ലിപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ ഓഡിയോ ട്രാക്കിൽ കൊണ്ടുവന്ന് ഇതിനോട് ചേർത്തിടാം. ഇപ്പോൾ ശരിക്കും ഈ വീഡിയോ, അതായത് പടയണിയുടെ വീഡിയോ പ്ലേ ആകുമ്പോൾ
ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു നറേഷനും കൂടി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ പ്ലേ ചെയ്യാണ്. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം ഉണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. കാളിയുടെ കലി അടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു. അതുകണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി. നമ്മളിവിടെ പോസ് ചെയ്തു. നമ്മളുടെ വീഡിയോ ഇത്രയും മതി എന്ന് നമ്മൾക്ക് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ഈ നറേഷനും അതുപോലെ തന്നെ മുകളിലത്തെ വീഡിയോയും നമുക്ക് ഈ പ്ലേ ഹെഡ് ഇരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് നമുക്ക് മുറിച്ച് വലത് ഭാഗത്തേക്കുള്ളത് നമുക്ക് കളയാം. അതിനായിട്ട് നമുക്ക് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ ഈ റേസർ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യണം. റേസർ ടൂൾ നമ്മളെടുത്തു. ആദ്യം തന്നെ ഈ വീഡിയോയുടെ മുകളിൽ കട്ട് ചെയ്യേണ്ട ഭാഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുന്നു. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വീഡിയോ മുറിഞ്ഞു. അതുപോലെ തന്നെ ഈ നറേഷൻ എന്ന് പറയുന്ന ഓഡിയോയുടെയും മുകളിൽ കൃത്യമായിട്ട് ആ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെയും മുറിഞ്ഞു. ഇപ്പോൾ മുകളിലത്തെ വീഡിയോയും താഴത്തെ ഓഡിയോയും ഒരേ സ്ഥലത്ത് മുറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ഈ റേസർ ടൂൾ മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ അബദ്ധത്തിന് വേറെ ക്ലിപ്പുകൾ കട്ടായി പോയേക്കാം. ഈ റേസർ ടൂൾ മാറ്റാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ സെലക്ഷൻ ടൂളിൽ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ റേസർ ടൂൾ മൗസിൽ നിന്ന് മാറി. നമുക്ക് ഈ മൗസ് കൊണ്ടുവന്ന് ഈ കട്ട് ചെയ്ത നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഭാഗവും ആവശ്യമില്ലാത്ത ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ഈ ഭാഗവും നമുക്ക് കളയണമെങ്കിൽ നമ്മൾ ആ ക്ലിപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ക്ലിപ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് കളഞ്ഞു. ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഓഡിയോയും വീഡിയോയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ക്ലിപ്പ് നമ്മളുടേത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അധ്യാപകൻ സംസാരിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്രാൻസിഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ അധ്യാപകൻ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് അടുത്ത വീഡിയോ വരുന്നതായിട്ട് നമുക്ക് കാണാം. പടയണി കൂടുതലായി കണ്ടുവരുന്നത് പെട്ടെന്ന് ഇങ്ങനെ വരുന്നതിന് പകരം ഗ്രാജ്വലായിട്ട് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നണം. അങ്ങനെ തോന്നാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ടാമത് വരുന്ന ഈ വീഡിയോ മുകളിലത്തെ വീഡിയോ ട്രാക്കിലേക്ക് കയറ്റി വെച്ച് ഈ ആദ്യത്തെ വീഡിയോയുമായി ഓവർലാപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ട്രാൻസിഷൻ എന്നുള്ളത് കൊടുക്കുന്നു. ആഡ് ട്രാൻസിഷനിൽ തൽക്കാലം നമുക്ക് ഡിസോൾവ് എന്നുള്ള ട്രാൻസിഷൻ അവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡിസോൾവ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. നമുക്ക് ഇവിടെ മുതൽ ഇതൊന്ന് കണ്ടു നോക്കാം. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം. ഇപ്പോൾ അധ്യാപകൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ക്രമേണ രണ്ടാമത്തെ ഈ വീഡിയോ ക്ലിപ്പ് കൂടി ഓവർലാപ്പ് ചെയ്ത് വന്ന് ഒരു കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു രീതിയിലേക്ക് ട്രാൻസിഷൻ നടന്നതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ഭാഗം ഒന്ന് നോക്കാം. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി. നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് തൽക്കാലം ഈ വീഡിയോ ക്ലിപ്പിൻ്റെ അവിടേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൃത്യമാക്കി വയ്ക്കാം. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. കോലം ഒരാൾ കളത്തിൽ വരച്ചു. അതുകണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഈ വിശ്വാസത്തിൽ കാളിയുടെ ക്ഷോഭം അടങ്ങുകയും ചെയ്തു എന്നുള്ള അവിടം വരെ നമുക്ക് മതി എങ്കിൽ നമ്മൾ ഒന്നുകൂടെ കേട്ട് നോക്കിയതിന് ശേഷം കൃത്യം ആ ഭാഗം വരുമ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യണം. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു.
ഇപ്പോൾ ഇവിടെ അടങ്ങുകയും ചെയ്തു എന്ന് വന്നു. ബാക്കിയുള്ള ഓഡിയോ ക്ലിപ്പ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ അറ്റത്ത് നമ്മൾ മൗസ് പോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അത് ഇച്ചിരി ചെറുതാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് കേട്ട് നോക്കാം. അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു, അത് കണ്ട് കാളി പൊട്ടിച്ചിരിച്ചു, കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഓഡിയോയും വീഡിയോയും അതിനനുസരിച്ച് ചെറുതാക്കി കൃത്യമാക്കി നമുക്ക് വയ്ക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു, അത് കണ്ട് കാളി പൊട്ടിച്ചിരിച്ചു, കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. നമുക്ക് ഈ വീഡിയോ ഇത്രയും മതി എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ, അതായത് പടയണി നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നറേഷൻ നമുക്ക് കേൾക്കാം. അതോടൊപ്പം പടയണിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കൊരു മ്യൂസിക്കും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ മ്യൂസിക് നമുക്ക് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ആ മ്യൂസിക് നമുക്ക് കളയാം. അപ്പോൾ അങ്ങനെ മ്യൂസിക് കളയണമെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ട്രാക്ക് 2-ൽ ആകെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാക്കിൻ്റെ നേരെയുള്ള, അതായത് വീഡിയോ 2 എന്ന് പറയുന്ന ട്രാക്കിൻ്റെ നേരെയുള്ള ഈ മൈക്രോഫോണിൻ്റെ ഈ സിമ്പൽ, സ്പീക്കറിൻ്റെ ഈ സിമ്പലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡിസേബിൾ ഓഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ പോലെ വന്നിരിക്കുന്നു. അതായത് ഈ വീഡിയോ ട്രാക്കിൽ ഇനി ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയുടെ ഓഡിയോ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഇവിടെ മുതലൊന്ന് ഇതൊന്ന് കണ്ടു നോക്കാം. എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം ഉണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. അപ്പോൾ നമ്മൾ തൽക്കാലം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഒരു ടൈറ്റിൽ ക്ലിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ പടയണി എന്നുള്ള ഒരു ടൈറ്റിൽ ഇങ്ങനെ എഴുതി വരുന്നു, അതിനുശേഷം നമ്മുടെ വീഡിയോ പ്ലേ ആകുന്നു. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ഓഡിയോയും ഇതിൻ്റെ ഒന്നും തന്നെ സ്ഥാനം തെറ്റാത്ത രീതിയിൽ ഒരേപോലെ ഇതിനെ മൂന്നിനെയും ഈ സൈഡിലേക്ക് അല്പം മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ, സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ മാത്രമേ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ എല്ലാ വീഡിയോ ക്ലിപ്പും അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കത്തക്ക രീതിയിൽ മൊത്തം വീഡിയോ ക്ലിപ്പുകളെയും നമുക്ക് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കണമെങ്കിൽ നമുക്ക് റേസർ ടൂളിൻ്റെ വലതുഭാഗത്ത് ഇവിടെ സ്പേസർ ടൂൾ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. നമ്മൾ ഈ സ്പേസർ ടൂളിൽ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. സ്പേസർ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും അറ്റത്തിരിക്കുന്ന, അതായത് തുടക്കത്തിലിരിക്കുന്ന ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ മൊത്തത്തിൽ നമുക്കിങ്ങോട്ട് നീക്കി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ സ്ഥാനം തെറ്റാതെ എല്ലാ വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും ഒരുപോലെ ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ടൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യാനായി നമ്മൾ ഇവിടെ നേരത്തെ ഈ 3 ക്ലിപ്പുകളും ആഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ആരോയിൽ ആഡ് ക്ലിപ്പ് എന്നുള്ള ഈ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ക്ലിപ്പ് എന്ന് ആദ്യം കൊടുത്തതുപോലെയല്ല, അതിന് പകരം അതിൻ്റെ താഴേക്ക് കൊണ്ടുവന്ന് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്നുള്ള ഈ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ടൈറ്റിൽ ക്ലിപ്പ് കൊടുക്കുവാനുള്ള സ്ക്രീൻ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളത് ആക്റ്റീവായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് അവിടെ എഴുതി വന്നു. ഇനി നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് മറ്റൊന്നും ചെയ്യാതെ പടയണി എന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ള ജോലി മാത്രം നമ്മൾ ചെയ്യുകയാണ്. നമ്മളതിൻ്റെ ടൈറ്റിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത ടൈറ്റിൽ നമുക്ക് കൃത്യം സെൻറ്ററിൽ വരണം എങ്കിൽ നമുക്ക് ഇവിടെ അലൈൻ ചെയ്യാനുള്ള പല ടൂൾസ് നമുക്കിവിടെ കാണാം. നമുക്ക് ഈ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് സെൻറ്ററിലായി.
ഇടതുഭാഗത്തുള്ള ഈ ടൂൾ ക്ലിക്ക് ചെയ്താൽ അത് ഇടതുഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മുകളിലേക്ക് പോയി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ റൈറ്റിലേക്ക് പോയി, ഇവിടെ സെൻറ്ററിലേക്ക് വന്നു. അങ്ങനെ ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുവാനും സാധിക്കും. തൽക്കാലം ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് പടയണി എന്നുള്ളത് വെച്ചു. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാം. ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ സൈസ് ഒരു 20 ഒക്കെ കാണും. 20 കാണുകയുള്ളെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്ത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 എന്നുള്ളത് ഒന്ന് മാറ്റി ഒരു 100 എങ്കിലും മിനിമം ആക്കി നോക്കണം. അങ്ങനെ 100 എങ്കിലും ആക്കി നോക്കിയാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ കാണുവാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് ബോൾഡ് ആയി കിടക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ആക്കാം. വേണമെങ്കിൽ നമുക്കിതിനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക്സിലാക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഈ ബോക്സിലൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിന് ഒരു ഷാഡോ ഉണ്ടാകും. വേണമെങ്കിൽ നമുക്ക് 100 എന്നുള്ളത് കുറച്ചുകൂടി ഒരു 150 വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാം. അത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. നമ്മൾ കൃത്യസ്ഥലത്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓക്കെ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മളുടെ ടൈറ്റിൽ ക്ലിപ്പ് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ 1, 2, 3 വീഡിയോ കൂടാതെ ഇവിടെ ടൈറ്റിൽ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ടൈറ്റിൽ ക്ലിപ്പ് നമുക്ക് അടുത്തതായിട്ട് വീഡിയോ ട്രാക്കിൽ കൊണ്ടുവന്നിടണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മളുടെ ടൈറ്റിൽ ക്ലിപ്പ് ഇടുന്നത് ഏറ്റവും മുകളിലത്തെ വീഡിയോ ട്രാക്കിലായിരിക്കണം. ഇവിടെ വീഡിയോ ട്രാക്ക് 1-ൽ ഒരു വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ട്രാക്ക് 2-ലും ഒരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈറ്റിൽ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ഇടേണ്ടത് വീഡിയോ ട്രാക്ക് 3-ലേക്കായിരിക്കണം. നമ്മൾ ഈ ടൈറ്റിൽ ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വീഡിയോ ട്രാക്ക് 3-ലേക്ക് കൊണ്ടുവന്നിട്ട് വീഡിയോ ട്രാക്ക് 3-ലേക്ക് ടൈറ്റിൽ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഒരു സ്വല്പം കൂടി അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ നമുക്കിങ്ങനെ വലിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടാം. ഇനി ഈ ഭാഗങ്ങൾ ഇവിടെ ഇത്രയും ഒരു ബ്ലാങ്ക് ആണ്. ടൈറ്റിൽ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആണ്. അതിനുശേഷമേ നമ്മൾ വീഡിയോ പ്ലേ ആകുന്നുള്ളൂ. പക്ഷേ തുടർച്ചയായിട്ട് പ്ലേ ആകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പേസർ ടൂൾ എടുക്കുന്നു. സ്പേസർ ടൂൾ എടുത്ത് ഈ ഒരു വീഡിയോ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ചേർത്ത് ടൈറ്റിൽ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ വയ്ക്കുന്നു. ഇനി നമുക്ക് ഈ ഇരിക്കുന്ന പ്ലേ ഹെഡ് ഈ അറ്റത്തേക്ക് കൊണ്ടുവരാം. നമ്മൾ ഈ സ്പേസർ ടൂളിൽ നിന്ന് സെലക്ഷൻ ടൂളിലേക്ക് മാറുന്നു. ഈ പ്ലേ ഹെഡ് ഇങ്ങേ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ വീഡിയോ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കാണാം. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ഇപ്പോൾ ടൈറ്റിൽ ക്ലിപ്പിന് ഒരു വിധത്തിലുള്ള ആനിമേഷനോ ട്രാൻസിഷനോ ഒന്നും തന്നെ ഇല്ല. അതിന് കുറച്ചുകൂടി ഭംഗി വരുത്താൻ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ടൈറ്റിൽ ക്ലിപ്പിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഇഫക്റ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ആഡ് ഇഫക്റ്റിൽ കൊണ്ടുവന്നതിന് ശേഷം റൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും താഴേക്ക് പോയി ഫെയ്ഡ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുവരിക. ഫെയ്ഡിൽ നിന്ന് ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്നുള്ളത് കൊടുക്കുന്നു. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഫെയ്ഡ് ഫ്രം ബ്ലാക്ക് എന്നുള്ളത് വന്നു. അതായത് പടയണി എന്നുള്ള ഇത് ഈ എഴുത്ത് പതുക്കെ തെളിഞ്ഞു വരുന്നത് പോലെ നമുക്ക് തോന്നണം. ഇനി അതുപോലെ തന്നെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുകയും വേണം. അതിനു വേണ്ടി നമ്മൾ ഈ ക്ലിപ്പിൽ ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ഇഫക്റ്റ് എന്നുള്ളതിൽ പോകുന്നു. റൈറ്റിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെയ്ഡിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഫെയ്ഡ് ടു ബ്ലാക്ക് എന്നുള്ളത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ 2 തരത്തിലുള്ള എഫക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഇപ്പോൾ സാവധാനം അത് മറഞ്ഞു. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന
അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. ഇവിടെ ഈ വീഡിയോയുടെ ഓഡിയോയുടെ താഴെയും നമുക്ക് വേണമെങ്കിൽ ഓഡിയോയിലും നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഇഫക്റ്റ് എന്നുള്ളതിലേക്ക് പോയി ഫെയ്ഡ് ഇൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ക്രമേണ ശബ്ദം വരുന്നത് പോലെ നമുക്ക് തോന്നും. അവിടെ ഫെയ്ഡ് ഇൻ കൊടുത്തു. ഒന്നുകൂടെ നമ്മളിവിടെ വെച്ച് കണ്ടു നോക്കുകയാണ്. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം ഉണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. കാളിയുടെ കലി അടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു. അത് കണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ വീഡിയോ തൽക്കാലം ആവശ്യമായ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്ത് റെഡിയായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ വീഡിയോയുടെ പല കഷ്ണങ്ങളും ഓഡിയോയുടെ കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒറ്റ വീഡിയോ, ഒരു MP4 വീഡിയോ ആയിട്ട് നമുക്കിതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫോമാറ്റാണ് MP4. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മളിവിടെ ഈ കാണുന്ന റെൻഡർ എന്ന് പറയുന്ന ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ റെൻഡർ എന്നുള്ള ഈ ചുവന്ന ഈ ബട്ടൺ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ റെൻഡർ ചെയ്യുന്ന ഒരു പുതിയ ഒരു വിൻഡോ തുറന്നു വന്നു. ഇതിൽ നമ്മൾ MP4 ആക്കുവാൻ വേണ്ടി ഇവിടെയുള്ള MP4 ദി ഡോമിനേറ്റിംഗ് ഫോമാറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴേക്ക് കൊണ്ടുവന്ന് ക്വാളിറ്റി എന്നുള്ളത് ഈ ബട്ടൺ ഡ്രാഗ് ചെയ്ത് മാക്സിമത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ ഫുൾ പ്രോജക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇവിടെ അൺടൈറ്റിൽഡ് MP4 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത് മാറ്റാം. അതിനുശേഷം പടയണി MP4 എന്ന് നമുക്ക് വേണമെങ്കിൽ ആക്കാം. ഇനി ഇത് ഡോക്യുമെൻസിലാണ് സേവ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ താല്പര്യം എങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ഇത് വീഡിയോസിലേക്ക് സേവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് തുറക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ ആൾറെഡി ചെയ്തിരിക്കുന്ന ഒരു പടയണി ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോസിലേക്ക് ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് തൽക്കാലം വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇത് സേവ് ചെയ്യുകയാണ്. ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് നമുക്ക് തൽക്കാലം സേവ് ചെയ്യാം. ഡൗൺലോഡ്സ് ഒന്ന് തുറക്കുകയാണ്. അതിനുശേഷം സേവ് എന്നുള്ള ഈ ബട്ടൺ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻഡർ ടു ഫയൽ എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ MP4 ഫോമാറ്റിൽ നമ്മുടെ വീഡിയോ റെഡിയാകും. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് കാണാം. ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ പടയണി .mp4 എന്ന് പറയുന്ന വീഡിയോ ആയിട്ടാണ് ഇത് ഉണ്ടാകുവാനായി പോകുന്നത്. ഇനി ഏതാണ്ട് 2 മിനിറ്റോളം സമയമെടുക്കും എന്ന് കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും റെൻഡറിങ് ഫിനിഷ്ഡ് ഇൻ 4 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്കിനി
ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് വീണ്ടും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഫയൽ എടുത്തതിന് ശേഷം സേവ് ആസ് കൊടുത്ത് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. അതല്ല, ഈ പ്രോജക്റ്റ് നമുക്കിനി ആവശ്യമില്ല എങ്കിൽ നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്യാം. KDN Live എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഇവിടെ സേവ് ചേഞ്ചസ് എന്നുള്ളതിന് നമുക്ക് നോ കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെൻഡർ ചെയ്ത വീഡിയോ വന്നിട്ടുണ്ടോ എന്നറിയുവാനായി പ്ലേസസിൽ നിന്ന് ഡൗൺലോഡ്സിലേക്ക് പോകുന്നു. ഡൗൺലോഡ്സിലാണ് നമ്മൾ സേവ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഡൗൺലോഡ്സിൽ ഇവിടെ പടയണി MP4 എന്ന് പറയുന്ന വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടയണി MP4 എന്ന് പറയുന്ന ഈ വീഡിയോ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കാം. ടൈറ്റിൽ ക്ലിപ്പ് കാണാം. നമസ്കാരം. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിവസങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ എന്നീ പ്രദേശങ്ങളിലാണ് പടയണി കൂടുതലായി കണ്ടുവരുന്നത്. പടയണി ഉണ്ടായതിനെ പറ്റി ഒരു ഐതിഹ്യം ഉണ്ട്. ശ്രീകൃഷ്ണന്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു. ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വരുമ്പോൾ ശിവന്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു. കാളിയുടെ കലിയടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല. ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു. അത് കണ്ട് കാളി പൊട്ടിച്ചിരിച്ചു. കാളിയുടെ ശോഭം അടങ്ങുകയും ചെയ്തു. ഇത് വളരെ അത്യാവശ്യമുള്ള കുറച്ച് ടൂൾസ് മാത്രം ഉപയോഗിച്ച് നമ്മൾ KDN Liveൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിരവധി ഓപ്ഷൻസ് ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് KDN Live.